അങ്ങനെ ജപ്പാനിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി നമ്മളിത് നേരെ ഹോട്ടൽ റൂമിലേക്കാണ് കേട്ടോ. രാത്രി ഒരു 9:30 ആയി നമ്മൾ ലാൻഡ് ചെയ്യാൻ. അവിടുന്ന് നമ്മുടെ കാറ് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കംഫേർട്ട് ഹോട്ടലിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞത് മല പോലെ എന്തൊക്കെ സാധനങ്ങൾ, നമ്മളൊരു ചെറിയ ടാക്സും കാര്യങ്ങളൊക്കെ അടയ്ക്കാനുണ്ട് കേട്ടോ. ഫുൾ, പിന്നെ അറിയാലോ ജപ്പാൻ ടെക്നോളജിയുടെ രാജാവാണ്. അതുകൊണ്ട് നമുക്ക് ഹോട്ടലിൽ എത്തുമ്പോൾ തന്നെ എല്ലാ കാര്യത്തിലും ഒരു അത്ഭുതം തോന്നും. കാരണം പൈസ മുതൽ കൊടുക്കുന്ന മുതൽ എല്ലാം എല്ലാം ടെക്നോളജിയുള്ള സാധനങ്ങളാണ്. ഒന്നിനും നമുക്ക് ആരും വെയിറ്റ് ചെയ്യേണ്ട. ഇതാണ് നമ്മുടെ റൂം. 2 റൂമുണ്ട് കേട്ടോ. അത് മിത്തുക്കുട്ടിയുടെ റൂമും ഇത് നമ്മുടെ റൂമും. കാരണം 2 പേർക്ക് കിടക്കാൻ എന്നുള്ള രീതിയിലാണ് അവർ റൂം തന്നിട്ടുള്ളത്. അങ്ങനത്തെ ഒരു കോമ്പാക്ട് സൈസ് ചെറിയ ഒരു റൂമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റൂം ടൂർ കണ്ടാലോ? ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഒരു ചെറിയ സ്പേസ് ആണെങ്കിലും അവിടെ ഇനി കുത്തിക്കൊള്ളിക്കാൻ അവരൊരു സാധനം ബാക്കിയില്ല. ഞാൻ പറഞ്ഞ പോലെ ഈ ടെക്നോളജി നമുക്ക് ഭയങ്കര ഇഷ്ടമാവും. എയർ പ്യൂരിഫയർ മുതൽ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ രാത്രി ലൈറ്റ്, ഈ ടോർച്ച് എന്തിനാണാവോ എന്തോ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ റൂമിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങൾ. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്താ അറിയോ? ജപ്പാൻ എയർപോർട്ടിൽ വന്ന് കയറിയ മുതലേ ഞാൻ അത്ഭുതപ്പെട്ടത് വേറെ ഒന്നുമല്ല, നമ്മുടെ കക്കൂസ് ടോയ്ലറ്റാണ് കേട്ടോ. ടോയ്ലറ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കുറേ പോയ സമയത്താണെങ്കിലും ഈവൻ ചൈനയിലും ജപ്പാനിലൊക്കെ ഉള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ്. ബാത്റൂമും ടബൊക്കെ ചെറുതാണ്, വളരെ ചെറുതാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഇനി ഇല്ലാത്ത സാധനങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ. അപ്പോൾ എന്തായാലും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറെ ദിവസം കാണാം കേട്ടോ.